ഹലോ ഓൾ. നോക്കുകൂലിയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും സാധനങ്ങൾ കയറ്റിറക്കുന്ന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് സംരംഭകർ തമ്മിലുള്ള ഒരുപാട് ഒച്ചപ്പാടും ബഹളങ്ങളും അത് നമ്മൾ പലപ്പോഴും പത്രമാധ്യമങ്ങളിലൂടെ കാണാറുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കേരളത്തിൽ, പ്രത്യേകിച്ച് എറണാകുളത്ത്, ഒരു സംരംഭകനും കയറ്റിറക്ക തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുണ്ടായ വാർത്തകളൊക്കെ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വളരെ ടഫ് ആൻഡ് ഗ്ലാസ് പോലത്തെ ഒരു സംഗതി എക്സ്പേർട്ട് ആയിട്ടുള്ള സ്കിൽഡ് മാൻ പവർ ഉപയോഗിച്ച് മാത്രമേ പുറത്തിറക്കാൻ പറ്റുകയുള്ളൂ എന്ന് സംരംഭകരും, ഞങ്ങളിത് സ്ഥിരമായിട്ട് ചെയ്യുന്ന തൊഴിലാണ്, സ്വാഭാവികമായിട്ടും ഇത് ഞങ്ങളുടെ അവകാശമാണ് എന്നുള്ളൊരു തൊഴിലാളികളും സംവദിക്കുന്നതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളിലേക്കൊക്കെ അത് പോകുന്നതൊക്കെ നമ്മൾ കണ്ടു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും പുതിയ ഒരുപാട് തൊഴിൽ മേഖലകൾ തുറന്നു വെക്കുമ്പോഴും നിലവിലുള്ള പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്യുന്ന പല തൊഴിൽ മേഖലകളെയും ഇത് ബാധിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പലപ്പോഴും ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മൾ അപ്സ്കിൽഡ് ആവുക, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വസ്തുതയെ അംഗീകരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സാധാരണ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന പല ആളുകളെ സംബന്ധിച്ചിടത്തോളം പുതിയ ടെക്നോളജി വരുന്നതും അതുമൂലം പുതിയ ജോലികൾ വരുന്നതും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ സമയത്താണ് ബിൽ ഗേറ്റ്സ് 2017 പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. അദ്ദേഹം ഒരു റോബോട്ടിക് ടാക്സ് എന്നുള്ളൊരു പുതിയൊരു ടേം ലോകത്തിന് അന്ന് പരിചയപ്പെടുത്തുകയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് റോബോട്ടിക്സുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് തൊഴിലവസരങ്ങൾ പുതുതായിട്ട് ഉണ്ടാകുമ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധാരണ അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരുപാട് ജോലികളെ റോബോട്ടിക്സ് മൂലം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ നഷ്ടപ്പെടുന്ന ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത്തരം റോബോട്ടുകൾ ഉപയോഗിക്കുന്ന സംരംഭകർ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി ഗവൺമെൻറ്റിലേക്ക് റോബോ ടാക്സായി നൽകുക എന്നുള്ളതാണ് ബിൽ ഗേറ്റ്സ് മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മളൊക്കെ ലക്ഷറി ടാക്സ് ഒക്കെ കൊടുക്കുന്നത് പോലെ ഒരു റോബോ ടാക്സ് സിസ്റ്റം വന്നാൽ സാധാരണക്കാരായ ആളുകൾക്ക്, പ്രത്യേകിച്ച് അൺസ്കിൽഡ് ആയിട്ടുള്ള തൊഴിലാളികൾക്ക് അവരുടെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ റോബോ ടാക്സ് വെച്ചിട്ട് ഒരു പരിധിവരെ അവർക്ക് നമ്മൾ ഇന്ന് നോക്കുകൂലി എന്ന് പറയുന്നത് പോലെ അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു നല്ല രീതിയിൽ കുറച്ചൊക്കെ ജീവിക്കാനുള്ള വഴികൾ കണ്ടെത്താൻ ഒരു ആശ്വാസകരമായ ഒരു സംഗതിയിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് റോബോട്ടിക്സുമായി ബന്ധപ്പെട്ടൊക്കെ മാറ്റങ്ങൾക്ക് മുമ്പിൽ കണ്ണടച്ച് നിൽക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഇതിനു മുമ്പിൽ 2 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഒന്നെങ്കിൽ ഈ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അപ്സ്കിൽഡ് ആവാൻ തയ്യാറാവുക, പുതിയ തൊഴിൽ മേഖലകളിലേക്ക് വരുന്ന സമയത്ത് അതിന് വേണ്ട സ്കില്ലുകൾ നമ്മൾ ആർജിക്കുന്നു എന്നുള്ള ഉറപ്പ് വരുത്തുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്യുന്നത് പോലെ നമ്മൾ നിശബ്ദരായിരിക്കാൻ നമ്മൾ തയ്യാറാവുക. തീർച്ചയായിട്ടും ഈ മാറ്റങ്ങൾക്ക് മുന്നിൽ കണ്ടില്ല എന്ന് നടിക്കുക എന്നുള്ളത് തികച്ചും ആത്മഹത്യാപരമായ കാര്യമാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ അപ്ഡേറ്റഡ് ആവുന്നു അത്രയും പെട്ടെന്ന് പുതിയ ലോകത്തേക്ക് വേണ്ട പുതിയ സ്കിൽഡ് ലേബേഴ്സായി മാറാൻ, സ്കിൽഡ് എംപ്ലോയീസ് ആയിട്ട് മാറാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും.